ആദ്യം ശ്രീ അസഫ് അലി, സർക്കാർ ജീവനക്കാരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ക്ഷേമ പെൻഷനിലെ ഈ തട്ടിപ്പ് എന്ന കാര്യം വ്യക്തമാക്കുന്നതാണല്ലോ ഇന്ന് കോട്ടയ്ക്കൽ നഗരസഭയിൽ നിന്ന് വന്നിരിക്കുന്ന വാർത്ത. അവിടെ 38 അനർഹരെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. ആഡംബര വീടും ആഡംബര കാറുമുള്ള ആളുകൾ. അപ്പോൾ ഇത് ഈ സർക്കാർ ജീവനക്കാർ 1458 പേർ മാത്രം ചെയ്ത പ്രവൃത്തി, അത് കൂടുതലും ചിലപ്പോൾ ഭിന്നശേഷിക്കാരായിരിക്കാം. അവർക്ക് ജോലി കിട്ടിയപ്പോൾ ആ ഭിന്നശേഷി പെൻഷൻ അത് പിന്നീടും തുടർന്ന് പോവുകയായിരുന്നു. ഇതിന്റെ വ്യാപ്തി അത്രത്തോളമേ ഉള്ളൂ എന്ന രീതിയിൽ, അത്ര ഗൗരവമില്ലാത്ത രീതിയിലായിരുന്നുവല്ലോ കഴിഞ്ഞ ദിവസം സർക്കാരിൽ നിന്ന് വന്നിരുന്ന പ്രതികരണങ്ങൾ. പക്ഷേ അതൊന്നുമല്ല, ഇതൊരു വ്യാപക തട്ടിപ്പാണ്, ഇത് ആസൂത്രിതമായ ഒരു കുറ്റകൃത്യമാണ് എന്ന രീതിയിലേക്കല്ലേ കാര്യങ്ങൾ പോകുന്നത്. അവിടെ ഇപ്പോൾ ഈ വിജിലൻസ് അന്വേഷണം മതിയാകുമോ? ഇതുവരെ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാവും ഇതൊരു ഓർഗനൈസ്ഡ് ഫ്രോഡാണ്. മാത്രമല്ല ഇതൊരു കണ്ടിന്യൂയിങ് ഒഫൻസാണ്. ഒരു ദിവസമോ 2 ദിവസമോ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറ്റകൃത്യമല്ല. 1 or 2 ആൾ വിചാരിച്ചാലും ഈ കുറ്റകൃത്യം ചെയ്യാൻ കഴിയില്ല. ഇത് ശരിക്ക് ബീഹാറിലെ കന്നുകാലി കുംഭകോണ സ്കാമിന് സമാനമായ ഒരു കുറ്റകൃത്യമാണ് എന്ന കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം പരിശോധിച്ചാൽ പ്രഥമ ദൃഷ്ട്യ നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്? അനർഹരായ ആളുകൾ പെൻഷൻ പറ്റി. അനർഹരായ ആളുകൾ പെൻഷൻ പറ്റണമെങ്കിൽ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങളിൽ BMW കാറുള്ളവർ, പ്രൊഫസർമാർ, സർക്കാർ ഉദ്യോഗസ്ഥന്മാർ, ആഡംബര വീടുള്ള ആളുകൾ, ശീതീകരിച്ച വീടുകളിൽ താമസിക്കുന്നവർ, അവരെല്ലാം പെൻഷൻ തട്ടിപ്പൊക്കി എടുത്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കണമെങ്കിലുള്ള മെയിൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 1 ലക്ഷം വാർഷിക വരുമാനമുള്ളവരായിരിക്കണം. അപ്പോൾ 1 ലക്ഷം വാർഷിക വരുമാനം എന്ന് തെളിയിക്കണമെങ്കിൽ ഒരു ഇൻകം സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യണം. അപ്പോൾ ആ 1 ലക്ഷം ഈ ആഡംബര കാറുള്ള വ്യക്തികൾക്കും ശീതീകരിച്ച വീടുകളിൽ താമസിക്കുന്നവർക്കും 1 ലക്ഷം രൂപയാണ് വാർഷിക വരുമാനമെന്ന് കള്ളത്തരത്തിൽ വ്യാജരേഖ ഉണ്ടാക്കി സാക്ഷ്യപ്പെടുത്തി കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ്, അതിൻ്റെ ഓതർ ആരാണ്? പിന്നെ ഇതിൻ്റെ വെരിഫിക്കേഷൻ നടത്തിയ ഉദ്യോഗസ്ഥൻ ആരാണ്? അവസാനം പെൻഷൻ എപ്രൂവ് ചെയ്യുന്ന ഈ വെരിഫിക്കേഷൻ റിപ്പോർട്ട് എപ്രൂവ് ചെയ്ത ഉദ്യോഗസ്ഥന്മാർ ആരാണ്? ഈ 3-4 കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്കൊരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കും. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ചതിയിൽ കൂടി സർക്കാരിൻ്റെ പണം തനിക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടി ലഭിക്കാൻ വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ഈ സർക്കാർ ജീവനക്കാർ മാത്രമല്ലല്ലോ ശ്രീ ടി അസഫ് അലി, സർക്കാർ ജീവനക്കാർ മാത്രമല്ലല്ലോ, അതിനേക്കാൾ വ്യാപ്തി കൂടുന്നതിന്റെ ഒരു ചെറിയ ഉദാഹരണമല്ലേ കോട്ടയ്ക്കലിൽ നിന്ന് കിട്ടുന്നത്? അല്ല, ഞാൻ എവിടെയാണ് വരുന്നത്? സർക്കാർ ഉദ്യോഗസ്ഥന്റെ സഹായമില്ലാതെ മറ്റുള്ളവർ ബെനിഫിഷ്യറിക്ക് ഇൻഎലിജിബിളായ ആളുകൾക്ക് ഇത് കിട്ടില്ല. അപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥന്റെ റോള് ഇതിൽ ഒരു വൈറ്റൽ റോളാണ്. അപ്പൊ സർക്കാർ ഉദ്യോഗസ്ഥൻ ചതിയിൽ കൂടി സർക്കാരിന്റെ പണം തനിക്കോ മറ്റാർക്കെങ്കിലോ ലഭിക്കുന്ന ഏത് പ്രവൃത്തി ചെയ്താലും പഴയ IPC, ഇപ്പോഴത്തെ ന്യായസംഹിത അതനുസരിച്ച് വളരെ ഗുരുതരമായ ഒരു കുറ്റമാണ്. 7 വർഷത്തോളം തടവ് നൽകുന്ന ഒരു കുറ്റമാണ്. പിന്നെ അഴിമതി നിരോധന നിയമപ്രകാരം വെരി ക്ലിയർ ആണ് 13(1)A പുതിയ അമെൻഡ് ചെയ്തിരിക്കുന്ന നിയമം അനുസരിച്ച്. അപ്പൊ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്ന വിജിലൻസ് എൻക്വയറി പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പ്രകാരമുള്ള ആന്റി കറപ്ഷൻ ബ്യൂറോന്റെ ഒരു പ്രിലിമിനറി എൻക്വയറി അല്ല, അത് ധനകാര്യ വകുപ്പിന്റെ ഒരു എൻക്വയറിയാണ്. അങ്ങനെ അത് മതിയോ? ഇത്രയും വലിയ ഒരു ഓർഗനൈസ്ഡ് ക്രൈം, അതും ഇത്രയും കൂടുതൽ കോടിക്കണക്കിന് രൂപ ആരുടെയൊക്കെ അഗതികളായ, അവിവാഹിതരായ, ദരിദ്രരായ, ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് കിട്ടേണ്ട സാമൂഹ്യക്ഷേമ പെൻഷൻ സമ്പന്നരായ, കുലീനമായി ജീവിക്കുന്ന, ആഡംബരത്തിൽ ജീവിക്കുന്ന ആളുകൾ സർക്കാരിന്റെ ഒരു മെഷീനറി ഉപയോഗിച്ച് തട്ടിയെടുത്ത ഒരു കുറ്റം, ദാറ്റ് ഈസ് എ സീരിയസ് ക്രൈം. അതിന് ആ പണം വസൂലാക്കാൻ വേണ്ടിയോ ഒരു ഡിപ്പാർട്ട്മെന്റൽ എൻക്വയറി കൂടിയോ ഒരു ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന അന്വേഷണം എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റിൽ മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ പ്രിലിമിനറി എൻക്വയറി നടത്തി FIR ഇട്ട് ഒരു സ്പെഷ്യൽ ടീമിനെ വെച്ച് അന്വേഷിച്ച് പ്രോസിക്യൂട്ട് ചെയ്യണം. അല്ലാത്തടത്തോളം ഈ ഉദ്യോഗസ്ഥന്മാരെ ഒരു ഡിപ്പാർട്ട്മെന്റൽ എൻക്വയറിയിൽ കൂടി രക്ഷപ്പെടുത്തിയത് കൊണ്ടോ പണം കൈപ്പറ്റിയ ആളുകൾ പണം പലിശ സഹിതം തിരിച്ചടച്ചത് കൊണ്ടോ ധനകാര്യമന്ത്രിയുടെ ഒരു പ്രസ്താവനയിൽ സൂചിപ്പിക്കുകയുണ്ടായി, പണം അനർഹരായ ആളുകൾ തട്ടിപ്പാക്കിയിട്ടുണ്ടെങ്കിൽ അവരിൽ നിന്ന് പണം വസൂലാക്കി
അതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും. അത് മാത്രമല്ല ഇവിടെ പ്രശ്നം. ഞാൻ ചോദിക്കട്ടെ, ഒരു ബാങ്കിൽ ഇതുപോലൊരു തട്ടിപ്പ് നടന്നു, അല്ലെങ്കിൽ അതുപോലൊരു സാമ്പത്തിക സ്ഥാപനത്തിൽ തട്ടിപ്പ് നടന്നു, അതിന് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അതിന് കൂട്ടുനിന്നു. എത്രയോ സർക്കാർ ഉദ്യോഗസ്ഥരല്ലാത്ത സമ്പന്നരായ സാധാരണ ജനങ്ങൾ അല്ലെങ്കിൽ പുറത്തുള്ള സമ്പന്നന്മാർ അതിൽ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതൊരു സീരിയസ് ഒഫൻസ് ആണ്. സർക്കാർ ഒന്നും കണ്ടില്ല. ഞാനതാ പറഞ്ഞത്, ബീഹാറിലെ കാലിത്തീറ്റ കുംഭകോണം ട്രഷറിയിൽ നിന്ന് അനധികൃതമായി കാലിത്തീറ്റയുടെ പേരിൽ പണം തട്ടിയെടുത്ത സംഭവമാണ്. 51 പേരെ ശിക്ഷിച്ചു. മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, ഉന്നത ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു. അവരിൽ പലരും ഇന്നും ജയിലിലാണ്. വളരെ കുറഞ്ഞ ആളുകളെ മാത്രമേ സംശയത്തിന്റെ ആനുകൂല്യത്തിൽ വെറുതെ വിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പശ്ചിമ ബംഗാളിൽ ഇതുപോലത്തെ ഒരു സ്കാം നടന്നു. അതുപോലെ ചൗദാല മുൻ മുഖ്യമന്ത്രി, അദ്ദേഹത്തെ ശിക്ഷിച്ചിട്ടുണ്ടായിരുന്നതും അധ്യാപക നിയമനത്തിൽ വൻതോതിലുള്ള തട്ടിപ്പ് നടത്തിയതാണ്. അപ്പൊ സർക്കാരിന്റെ പണം, സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ ക്രമവിരുദ്ധമായി തട്ടിപ്പിൽ കൂടി, വ്യാജരേഖ ഉണ്ടാക്കി, കള്ളരേഖ ഉണ്ടാക്കി, ചതിയിൽ കൂടി, വഞ്ചനയിൽ കൂടി പണം തട്ടിയെടുക്കുക എന്ന് പറയുന്ന കുറ്റകൃത്യം നടന്നിട്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു സക്രിയമായ സമീപനം ഇല്ലാതിരിക്കുന്നത് നൽകുന്ന മെസ്സേജ് എന്താണ്? ശരി, ഞാൻ ഒന്ന് ഇടപെടുകയാണ് ശ്രീ ടി അസഫ് അലി. ശ്രീ ജയചന്ദ്രൻ കല്ലിങ്കൽ, സ്വന്തം ഞാൻ താങ്കളിലേക്ക് വരാം. അതിനു മറ്റ് അതിഥികളിലേക്ക് കൂടി. ശ്രീ